നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ആരും ഒന്നും പരാതിപ്പെടാറില്ല. മായമില്ലാത്ത ഒരു ഉൽപ്പന്നം പോലും നമ്മുടെ നാട്ടിൽ ലഭിക്കാത്ത സാഹചര്യമാണെന്നുള്ളത്. രുചിക്കും കേടുവരാതിരിക്കാനും വേണ്ടി മാരകമായ രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന കറിപ്പൊടികൾ, പാക്കറ്റ് ഫുഡ്, ഭക്ഷ്യ എണ്ണകൾ തുടങ്ങിയവയെല്ലാം കൃത്യമായി ഗുണനിലവാര പരിശോധന നടത്താതെയാണ് വിപണിയിലെത്തുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷ്യ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇത് പണ്ടൊക്കെ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് വരുമ്പോൾ അത് കട്ടയായിട്ടിരിക്കും. പിന്നെ അത് ചൂടാക്കി എടുത്തിട്ട് വേണം അത് ഉപയോഗിക്കണമെങ്കിൽ. ഇപ്പം കിട്ടുന്ന വെളിച്ചെണ്ണ അത് നമ്മൊന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോട്ട് അത് കട്ടയാവില്ല. എന്തുകൊണ്ടെന്നാൽ അത് എൻജിൻ ഓയിലോ മറ്റെന്തോ ഓയിലാണത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കടകളിൽ വറുക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ, ഈ ചട്ടിയിലെ എണ്ണ വറ്റിപ്പോയില്ല. പണ്ട് നമ്മുടെ വീടുകളിൽ കായ വറുക്കുമ്പോഴൊക്കെയുള്ള ആ വെളിച്ചെണ്ണ വറ്റിപ്പോവും. അത് ഒറിജിനൽ വെളിച്ചെണ്ണയാണത്. ഇപ്പോഴത്തെ എണ്ണകളൊന്നും പറ്റില്ല. അത് വേറെ എന്തോ ഓയിൽ, എൻജിൻ ഓയിലോ അങ്ങനെയുള്ള ഓയിൽ ചേർത്തുണ്ടാക്കുന്നതാണ്. അത് മാരകമായ വിഷമൊക്കെയാണ് അതിനകത്തുള്ളത്. ഈ തെറ്റായ ഭക്ഷണശീലം നമുക്ക് ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലില്ലാതിരുന്ന ഡയാലിസിസ് സെൻ്ററുകൾ മുട്ടിനുണ്ടായത് തെറ്റായ ഭക്ഷണശീലം കൊണ്ടാണ്. വിപണിയിലെത്തുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ ഭക്ഷ്യബാധയേറ്റ് ആരെങ്കിലും മരിക്കുന്നവരെ കാത്തിരിക്കുകയാണോ ബന്ധപ്പെട്ട വകുപ്പുകൾ?